ലൈഫ് മര്യാദയ്ക്ക് പോവില്ല. അത് ആരുടെ തെറ്റുകൊണ്ടായിക്കോട്ടെ, ഇപ്പം പെൺകുട്ടിയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ആൺകുട്ടിയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടാവട്ടെ, ഇത് പോകത്തില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ് കഷ്ടപ്പെട്ട് വലിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇനി രണ്ടാമതൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പറയുന്ന പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞ ഒരു വാക്കുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഈ പെൺകുട്ടിയുടെ വിവാഹം നല്ല രീതിയിലാണ് നടത്തിയത്, 50 പവനോളം സ്വർണം കൊടുത്തിരുന്നു. അപ്പം എന്തെങ്കിലും ഇവര് ചോദിച്ചിരുന്നു, അങ്ങനെയുള്ളൊരു ടോക്ക് വന്ന സമയത്ത് ഈ വ്യക്തി പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. ലൈക്ക് ഇന്നത് വേണമെന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എന്റെ സഹോദരി അല്ലെങ്കിൽ ഈ പറയുന്ന ഞങ്ങളുടെ മകളെ ഞങ്ങൾ ഇത്ര കൊടുത്തിട്ടാണ് കെട്ടിച്ചത് എന്നുള്ള രീതിയിലൊരു ടോക്ക് വന്നു. ദാറ്റ് ഇറ്റ് സെൽഫ് മീൻ ദാറ്റ് അവരും ഇതുപോലെ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, ഇത്രയും കഷ്ടപ്പെട്ടു, പഠിപ്പിച്ചു, ജോലി മേടിച്ചു കൊടുത്തു, ഈ രീതിയിലൊക്കെ വളർത്തുന്ന നമ്മുടെ മക്കളെ ഒരിടത്തേക്ക് കെട്ടിച്ചു വിടുന്ന സമയത്ത് കൃത്യമായും നിങ്ങളോട് ഇങ്ങോട്ട് ഇത്രയൊക്കെ വേണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് കരുതി സംസാരിക്കുന്ന വ്യക്തികളുടെ അടുത്തേക്ക് നമ്മൾ ഇനിയും, നമുക്ക് ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവരല്ലേ, നമ്മൾ ഈ പറയുന്ന കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം എങ്കിലും കിട്ടുന്നില്ലേ, അങ്ങനെയുള്ളവർക്ക് കേട്ടാൽ മനസ്സിലാവുമല്ലോ ഈ പറയുന്ന കാര്യം അവർ ക്ലിയർലി ഡൗറിയാണ് ചോദിക്കുന്നത്, ഇത് ചോദിക്കുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കില്ലേ? ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ മറ്റുള്ളവർക്ക്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഒരു പെൺകുട്ടി ജനിക്കുന്നു, അവൾ വളരുന്നു, അവൾക്ക് ഒരു ജോലി മേടിക്കുന്നു, ഇതിന് ശേഷവും ഒരായുഷ്കാലം മുഴുവൻ അവൾക്ക് ജീവിക്കാനുള്ളത് കൂടി അവളെ കെട്ടിച്ചു കൊടുക്കുന്ന അപ്പനും അമ്മയും കൊടുത്തു വിടണം. എന്തിന്റെ പേരില്? അവിടെ ചെന്നിട്ട് അവരുടെ ഫാമിലിയിലുള്ള കാര്യങ്ങൾ നോക്കി അവരുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ അല്ലെ? അതല്ലേ നമ്മുടെ കേരളത്തിൽ ഇന്ന് നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും നമ്മൾ കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക. എവിടെയെങ്കിലും ഈ പറയുന്ന ഡൗറി സിസ്റ്റം ഉണ്ടെങ്കിൽ, ഇപ്പോ ഒരാൾ വന്ന് ഇപ്പൊ നിങ്ങളോട് ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ മക്കൾക്ക് ഇത്രയാണ് ഞങ്ങൾ കൊടുത്തത് എന്ന് പറയുന്നതാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തു, ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ തരാൻ താല്പര്യമുള്ളവരുണ്ട്, ഇങ്ങോട്ട് വന്ന് പറയുന്നവർക്ക് കെട്ടിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞ് ഇറക്കി വിടാൻ ഒരു ധൈര്യം ഉണ്ടാവാൻ നമുക്ക് എവിടെ ചെന്ന്